സർവീസ് റോഡിൽ നിന്ന് 6 ലൈനിലേക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എക്സിറ്റ് ആണോ എൻട്രി ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല. ഇത് എക്സ്പോർട്ടാണ്, ഇത് എക്സിറ്റാണ്. ഇവിടെ ഒരിക്കലും എൻട്രി ചെയ്യാൻ കഴിയില്ല, എൻട്രി ചെയ്യാൻ പാടില്ല. എൻട്രി ചെയ്യാൻ കഴിയില്ല എന്നല്ല, എൻട്രി ചെയ്യാൻ പാടില്ല. അതുവഴി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ സർവീസ് റോഡിലൂടെ തന്നെ പോയിട്ട് അടുത്ത എൻട്രി പോയിന്റ് എവിടെ നോക്കി പോകണം. ഒരു എക്സിറ്റ് കഴിഞ്ഞാൽ അടുത്തത് എൻട്രിയാണ് സാധാരണ കൊടുക്കാറ്. പൂർവ്വം ചില സ്ഥലത്ത് 2 എക്സിറ്റൊക്കെ ഒരുമിച്ച് കൊടുക്കാറുള്ളൂ. അടുത്ത എൻട്രി ഏകദേശം 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടേണ്ടതാണ്. ഇവിടേക്ക് തുറന്നു വെച്ചിട്ടുള്ളത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എൻട്രി എക്സിറ്റും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇവിടെ കടക്കാൻ സാധ്യതയുണ്ട്. ഇത് മൂടാലാണേ, മൂടാലൊക്കെ ഒത്തിരി മാറിപ്പോയി. വീണ്ടും ഇതുപോലെ സർവീസ് റോഡിലേക്ക് പോയി എൻട്രി പോയിന്റ് എവിടെയാണോ അത് നോക്കണം. സാധാരണ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൊടുക്കാറുണ്ട് ഏകദേശം. ഈ അമ്പ് വരുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അമ്പ് വരുന്ന ഭാഗത്ത് ജംഗ്ഷന് ഉണ്ടാവും. ജംഗ്ഷനുള്ളിടത്താണ് അധികം ഒരു ഹമ്പുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഉയർച്ചയും താഴ്ചയുള്ളത് കൊണ്ടാവാം എക്സിറ്റ് എൻട്രി വളരെ കുറവാണ്. കുറ്റിപ്പുറം കഴിഞ്ഞ് പൊന്നാനി ഏരിയയിലേക്ക് ഒരുപാട് എക്സിറ്റ് എൻട്രി ഉണ്ട്. ഇതൊരു എൻട്രിയാണ്. നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇത് താൽക്കാലിക എൻട്രിയാണ് തോന്നുന്നുണ്ട്, കറക്റ്റ് അല്ലത്. ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇതുവഴി പോയി നല്ല റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടിയൊന്നും ഇല്ല നോക്കിയിട്ട് മാത്രം ഇങ്ങനെ വന്ന് ഇതുവഴി മെല്ലെ റൈറ്റ് സൈഡിൽ കയറും. ഈ ഡോട്ടിട്ട ലൈൻസിൻ്റെ അടുത്ത് കൂടെ എൻട്രി കയറും. നമ്മളെപ്പോഴും പോകേണ്ടത് അധികം ലെഫ്റ്റ് ട്രാക്കിലൂടെയാണ്. ഇപ്പോൾ ഈ പോകുന്ന പോലെയാണ് ഏറ്റവും കൂടുതൽ പോകേണ്ടത്. നമ്മുടെ മുന്നിൽ വണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കട്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ കട്ട് ചെയ്യരുത്, ഒരിക്കലും ലെഫ്റ്റും റൈറ്റും കയറരുത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കയറാം, കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് സ്ട്രൈറ്റ് ലൈനുള്ളിടത്ത് ഒരിക്കലും കട്ട് ചെയ്യരുത്. കൂടുതലും ഈ ലെഫ്റ്റ് സൈഡ് ട്രാക്കിലൂടെ മാത്രം പോവുക. നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ ഡോട്ട് വരച്ച ലൈനിൻ്റെ ഇതിന്ന് റൈറ്റ് സൈഡിൽ കയറുക. അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ കയറണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കയറുക. കയറി ഉടനെ കുറച്ച് പോയിട്ട് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ലെഫ്റ്റ് ട്രാക്കിലേക്ക് തന്നെ കയറണം. ഇങ്ങനെയാണ് ശരിക്കും പോകേണ്ടത്. ഒരിക്കലും സെക്കൻഡിലോ ഏറ്റവും അറ്റത്തുള്ള ട്രാക്കിലോ പോകരുത്. എപ്പോഴും ലെഫ്റ്റ് സൈഡ് പിടിക്കുക. ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റൈറ്റ് സൈഡിൽ കയറുക. ഇൻഡിക്കേറ്റർ ഇട്ട് ഇതുപോലെ റൈറ്റ് സൈഡിൽ കയറി ഓവർടേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കയറണം. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഈ വൈറ്റ് ലൈനിന് തുടർച്ചയായിട്ടുള്ളിടത്ത് ഒരിക്കലും വണ്ടി ഓവർടേക്ക് ചെയ്യരുത്. എക്സിറ്റ് നമ്മളിങ്ങനെ വന്നിട്ട് ഈ ഡോട്ട് ലൈന് കാണുന്നിടത്ത് ഇവിടുന്ന് എക്സിറ്റ് കയറണം. ഇവിടുന്ന് ഇങ്ങനെ എക്സിറ്റ് കയറി എക്സിറ്റ് വന്ന് പിന്നെ വീണ്ടും ലെഫ്റ്റിൽ കയറുക.
ലെഫ്റ്റ് കയറുന്ന സമയത്ത് സർവീസ് റോഡിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ നോക്കണം. സർവീസ് റോഡിൽ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം